Hello everyone, welcome back to Xylem, welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ചു സാറാണ്. നോക്കൂ, റിപ്പോർട്ടർ സ്പീച്ചിനെ കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഓണപരീക്ഷയുടെ സമയത്ത് ഫസ്റ്റ് ടേം എക്സാമിൻ്റെ സമയത്ത് ഞാൻ ഇതേ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് 5 സ്റ്റെപ്പ് വെച്ചിട്ട് കൃത്യമായിട്ട് റിപ്പോർട്ടർ സ്പീച്ചിൻ്റെ ആൻസർ കണ്ടെത്തുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കുറേ പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ഒന്ന് റെഫർ ചെയ്യുന്നത് നല്ലതാണ്. എന്നാൽ ഈ ഒരു ഒറ്റ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നു അതിൻ്റെ ഒരു അടുത്ത ലെവൽ, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചോദ്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. കാരണം ഇത്തവണത്തെ പരീക്ഷയ്ക്ക് റിപ്പോർട്ടർ സ്പീച്ചിന്റെ ക്വസ്റ്റൻ അത്ര എളുപ്പമായിരിക്കും എന്ന് നാച്ചു സാർ വിചാരിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കൂ, ഇവിടെ മേയറും ഹോച്ച്കോമും തമ്മിലുള്ള ഒരു എക്സ്ചേഞ്ച് ആണ്. മേയർ പറയാണ്, മിസ്റ്റർ മലൻഡെയിൻ ദ ഹാർനസ് മേക്കർ, അല്ലെ, മെലൻഡെ എന്ന് പറഞ്ഞ ഹാർനസ് മേക്കർ സോ യു, നിങ്ങളെ കണ്ടിട്ടുണ്ട് എന്ത്, പിക്കിംഗ് അപ്പ് ദ പോക്കറ്റ് ബുക്ക്, നിങ്ങൾ പോക്കറ്റ് ബുക്ക് എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഹോച്ച്കോം പറയാണ്, നോ, ഇല്ല, ഹീ സോ മീ പിക്കിംഗ് അപ്പ് ദ പീസ് ഓഫ് സ്ട്രിങ്. അത് പോക്കറ്റ് ബുക്ക് ആയിരുന്നില്ല, അദ്ദേഹം കണ്ടത് ഞാൻ എന്തെടുക്കുന്നതാണ്, പീസ് ഓഫ് സ്ട്രിങ് എടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, സാധാരണ നമുക്കൊരു റെഗുലർ പാറ്റേൺ എന്ന് പറയുമ്പോൾ ഇവിടെ ആരെങ്കിലും ഒരാൾ ഒരു ചോദ്യം ചോദിക്കുന്നു, ഇവിടെ ആൻസർ പറയുന്നു എന്ന രീതിയിലാണ്. എന്നാൽ ഇവിടെ ഈ ക്വസ്റ്റനിൽ രണ്ടും സ്റ്റേറ്റ്മെന്റുകളാണ്. അവിടെ ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്, ഇവിടെയും സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കുകയാണ്. അവിടെ നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറയുന്ന കേട്ടിരിക്കണം, അല്ലെങ്കിൽ കറക്റ്റ് ആവില്ല. സോ എപ്പോഴും ഇതിനൊരു എ പാർട്ടും ബി പാർട്ടും ഉണ്ടാവും. അപ്പോൾ എ പാർട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകണം. എന്താണ് റിപ്പോർട്ടർ സ്പീച്ചിന്റെ സ്റ്റെപ്പ് നമ്പർ 1? റൈറ്റ് ഹൂ ആസ്ക്ഡ് ഓർ റിപ്ലൈ ടു ഹും, ആര് ആരോട് ചോദിച്ചു അല്ലെങ്കിൽ പറഞ്ഞു എന്നാണ്. സോ ഇവിടെ ചോദിച്ചതല്ല, പറഞ്ഞതാണ്. ആരാണ് പറയുന്നത്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പതുക്കെ പോയാൽ മതി. ദ മേയർ പറഞ്ഞു. ദ മേയർ ടോൾഡ് ഹോച്ച്കോം, മേയർ ഹോച്ച്കോമോട് പറഞ്ഞു. ശരി, പറഞ്ഞു. അടുത്ത പരിപാടി എന്താണ്? അടുത്ത പരിപാടി നമ്മൾ എന്താണ് പറഞ്ഞത് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ലിങ്കിങ് വേർഡ് ചേർക്കണം. സ്റ്റേറ്റ്മെന്റിന്റെ ലിങ്കിങ് വേർഡ് എന്താണ്? ദാറ്റ് ആണ്. സ്റ്റേറ്റ്മെന്റിന്റെ ലിങ്കിങ് വേർഡ് എന്താണ്? ദാറ്റ് ആണ്. അപ്പൊ വൃത്തിയായിട്ട് പഠിച്ചു പോകണം. ഞാൻ പല ചാനലുകളും കണ്ടിട്ടുണ്ട്, ഗ്രാമറിന്റെ ചോദ്യം വേഗം ആൻസർ പറഞ്ഞു പോകും. അങ്ങനെ പെട്ടെന്ന് ആൻസർ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. എങ്ങനെയാണ് ആൻസർ കിട്ടുന്നത് എന്ന് പറയുന്ന ഇടങ്ങളിലാണ് നിങ്ങൾ ഗ്രാമർ പഠിക്കേണ്ടത്. ഓക്കെ, റെഡി. സോ ദ മേയർ ടോൾഡ് ഹോച്ച്കോം ദാറ്റ് മിസ്റ്റർ മലൻഡെയിൻ ദ ഹാർനസ് മേക്കർ, അവിടെ ഒരു മാറ്റവും ഇല്ല. ദാറ്റ് മിസ്റ്റർ മലൻഡെയിൻ ദ ഹാർനസ് മേക്കർ, അതാണ് ഈ സെന്റൻസിലെ സബ്ജക്റ്റ്, ഹാർനസ് മേക്കർ. ശരി, ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ സോ ആണുള്ളത്. സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സോ എന്ന് പറയുന്നത് സിയുടെ V1 ആണ്. സോ എന്ന് പറഞ്ഞാൽ എന്താണ്? V2 ആണ്. V2 വന്നാൽ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നാണ് നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ടത്? ഹാറ്റ് പ്ലസ് V3യിലേക്ക് മാറ്റണം. V2 വന്നാൽ ഹാറ്റ് പ്ലസ് V3യിലേക്ക്, V1 വന്നാൽ V2യിലേക്ക്, V2 വന്നാൽ ഹാറ്റ് പ്ലസ് V3യിലേക്ക്. സോ എന്നുള്ളത് മാറിയിട്ട് എന്താവും? ഹാഡ് സീ, സോ സീൻ, V3 സീൻ ആണ്. ഹാഡ് സീൻ യു എന്നുള്ളത് ഹിം എന്നാവും. ഹിം പിക്കിംഗ് അപ്പ് ദ പോക്കറ്റ് ബുക്ക് എന്നാവും. പിക്കിംഗ് അപ്പ് ദ പോക്കറ്റ് ബുക്ക്. ഓക്കെ, റെഡി. ഒരു മിനിറ്റ്. യെസ്, ഇനി നമ്മളിതിൻ്റെ ബി പാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ബി പാർട്ട് ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് അങ്ങ് ചെയ്താൽ മതി. എങ്ങനെയാണ് ബി പാർട്ട് വരിക? ബി പാർട്ടിൽ ഹോച്ച്കോം ആണ് സംസാരിക്കുന്നത്. അപ്പോൾ ഹോച്ച്കോം റിപ്ലൈഡ് എന്ന് പറയാം, കുഴപ്പമൊന്നുമില്ല. കാരണം ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിന് ഉത്തരമായിട്ട് പറഞ്ഞാണല്ലോ. ഹോച്ച്കോം റിപ്ലൈഡ് നോ എന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഹോച്ച്കോം റിപ്ലൈഡ് നെഗറ്റീവ്ലി. ഹോച്ച്കോം റിപ്ലൈഡ് നെഗറ്റീവ്ലി. ദാറ്റ് എന്ന് എഴുതാം, അല്ലെങ്കിൽ എന്ത് എഴുതാം? ആൻഡ് ആഡഡ് ദാറ്റ് എന്ന് എഴുതാം. അത് പല രീതിയിൽ എഴുതാം, ഞാൻ ഒരു രീതിയാണ് പറയുന്നത്. ആൻഡ് ആഡഡ് ദാറ്റ് ഹീ സോ, ഹീ എന്നുള്ളത് ഹീ തന്നെയാണ്, കാരണം അവിടെ മലൻഡെയിൻ ആണ് ഹീ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഹീ. ഇനി അല്ലെങ്കിൽ അവിടെ മലൻഡെയിൻ എഴുതാനും കുഴപ്പമൊന്നുമില്ല. ഇനി ഇവിടെ എന്തുണ്ട്? സോ ഉണ്ട്. സോ എന്താവും? വീണ്ടും ഹാഡ് സീൻ ആവും. മീ എന്നുള്ളത് മാറി ഹിം എന്നാവും. ഹിം പിക്കിംഗ് അപ്പ് ദ piece of string, picking up the piece of string. Okay, so hope you have understood. So ഇതുപോലുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ഞാനും JD സാറും കൂടെ ഒരു മെഗാ മാരത്തണിൽ വരുന്നുണ്ട്. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. മെഗാ മാരത്തണിന്റെ ലിങ്ക് താഴെ കമന്റ് ബോക്സിൽ ഉണ്ടാവും. സോ വീൽ സീ യു ദർ. താങ്ക് യു.